എന്താ കുഞ്ഞാപ്പൂജി കാട്ടണ്? കുഞ്ഞാപ്പോ എന്താ കാട്ടണ്? എന്താ തൂങ്ങി മരിക്കാനുള്ള പ്രാക്ടീസ് കൊടുക്കുക? എന്ത് എന്തിന് എന്തിനാ അതെടുക്കണ്? തൂങ്ങല വ്യായാമം ചെയ്യാ അല്ലേ? ആരിത് പറഞ്ഞോട്? പ്രകാശൻ പറഞ്ഞേ. പ്രകാശൻ പറഞ്ഞോട് എക്സസൈസ് രാവിലെ എടുത്താല് കുഞ്ഞാപ്പോ അന്റെ വയറുണ്ടല്ലോ പള്ള കുറഞ്ഞു കിട്ടൂന്ന് പറഞ്ഞി. അതെ ഇജ്ജ് തൂങ്ങൊന്നും വേണ്ട. പള്ള പറഞ്ഞു അന്റെ തീറ്റ ഉണ്ടല്ലോ അതൊന്ന് കുറച്ചാ മതി. തീറ്റ കുറക്കാനാ? അമ്മടാ തീറ്റ കുറക്കൊന്നുമില്ല. ഞാൻ എക്സസൈസ് എടുത്തിട്ട് എന്റെ പള്ള കുറക്കും. ഇജ്ജൊരു കാഞ്ചാ മതി. ഇജ്ജിപ്പോ എത്ര നേരം തിന്നുണ്ട് ഒരു ദിവസം? ഇങ്ങനെ കണക്കൊന്നുമില്ലേ? പൈച്ച അപ്പൊ തിന്നും. പൈച്ചാലും പൈക്കാതെ തിന്നുണ്ട് ഞാൻ കേട്ടെ. 24 മണിക്കൂറും തീറ്റയാണ് എന്റെ പണി. കിടന്നുറങ്ങുമ്പോ അങ്ങനെ തിന്നാ? കിടന്നുറങ്ങുമ്പോ ഒരു ലേസൊരു ഗ്യാപ്പുണ്ട്. അല്ലാത്ത ടൈമിലൊക്കെ ഇജ്ജ് തീറ്റാത്തരാ. അങ്ങനൊന്നും ഇല്ല. ഇജാക്കോ അയോ പിന്നെ നീ നോക്കാതെ കാര്യങ്ങള് ചോദിക്കട്ടെ. അപ്പൊ എന്റെ എക്സസൈസ് മറങ്ങൂലടാ. അതിന് നാളെയും ചെയ്യാലോ. അത് രാവിലെ അത് എടുക്കണ്ടതേ. എന്നോട് പറഞ്ഞത് പ്രകാശൻ പറഞ്ഞോ? ഓ എന്നോട് എന്താ പറഞ്ഞത്? രാവിലെ എണീച്ച പാട് ഓടാന്. ഓടാൻ നല്ലതാ. ഞാൻ രാവിലെ നേരത്തെ 5 മണിക്ക് നിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനെന്നും രാവിലെ 5 മണിക്ക് നിൽക്കും. എന്നിട്ട് ചാവടിച്ച് കൊടുക്കും അല്ലേ? ചായടിക്കല്ല, കഴിച്ചിട്ട് കിടന്നുറങ്ങും. മൂത്രം വെച്ചിട്ട് കിടന്നു. ശരി. അപ്പൊ എന്തെങ്കിലും തിന്നോ? ഇല്ല. അവിടെ ഉമ്മ ചായ ആക്കൂല. ഉമ്മക്ക് ആ നേരത്തെ ചായ ആക്കിക്കൂടെ അല്ലേ? എനക്ക് ഉറക്കല്ല. എനിക്ക് എപ്പോ വേണമെങ്കിലും ഇരിക്കാലോ. അങ്ങനെ പ്രകാശം പറഞ്ഞ് രാവിലെ എക്സസൈസ് എടുത്തിട്ട് അങ്ങനെ നടക്കാന് നടക്കും ചെയ്യാ ഓടും ചെയ്യാ. എന്നിട്ട് എക്സസൈസ് ചെയ്യാൻ. എക്സസൈസ് ചെയ്തിട്ട് എനിക്ക് ഭ്രാന്തണ്ടാ. രാവിലെ 5 മണിക്ക് ഇരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തണ്ട. ആ നേരം കിടന്നുറങ്ങിക്കൂടെ? അത് അവനക്ക് അറിയില്ലല്ലോ പ്രകാശന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പ്രകാശിനോട് ഞാൻ രാവിലെ നടക്കും ഓടും, അത് കഴിഞ്ഞിട്ട് എക്സസൈസ് എടുക്കും തന്നു. വയറ് കുറയാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നുകൂടി പറയാണ്. വയറ് കുറയാൻ വേണ്ടിട്ടേ 5 നേരമുള്ള തീറ്റുണ്ടല്ലോ അത് 2 നേരാക്കും. അത് നടക്കൂല. എനിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലേ കണ്ണ് കാണൂല. കണ്ണ് കാണൂല? പൈച്ച കണ്ണ് കാണൂല. അപ്പൊ പിന്നെ എങ്ങനെ വയറ് കുറയാ? അല്ല ഇമ്മാര് എന്റെ പണ്ടാർക്കത്തെ ഒരു പൈപ്പ് കാരനാവുന്നറിയോ? ആ പാവം തള്ള അവിടുന്ന് അമ്മ എവിടുന്നൊക്കെ വെറുതെ എന്റെ അമ്മ പണി എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. ആരും വെറുതെ കൊടുക്കുന്നില്ല. പണിയെടുത്തിട്ടാണ്. എനിക്ക് അത്രക്കും പണിക്ക് പോകാൻ വയ്യ അല്ലേ? പണിക്ക് ഇപ്പൊ എല്ലാരും തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒറ്റക്ക് ഇങ്ങനെ പണിയെടുക്കാല. അത് പണിക്കൊടുത്തിട്ട് എല്ലാരും തൊഴിലുറപ്പ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും കഴിഞ്ഞാ? എല്ലാരും കഴിഞ്ഞു പറഞ്ഞു. അപ്പൊ എന്റെ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? എന്റെ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താ പോവാത്ത? ഓരോ ഞാൻ ഒറ്റങ്ങനെ പണിയെടുക്ക. ആൾക്കാര് പിരാകൂലെന്നെ. ആൾക്കാരെന്തിന് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ പണിക്കുമ്പോ ആൾക്കാരെ പറയില്ലേ, ആ കുഞ്ഞാപ്പ് കണ്ടില്ലേ തൊഴിലുറപ്പ് പണി ഒറ്റക്ക് അടുത്തെന്ന് അറിയില്ലേ? അപ്പൊ ഇല്ല ഒറ്റക്കല്ലാതെ അവരുള്ളപ്പോഴും പോണില്ലല്ലോ. ആളുള്ളപ്പോഴും ഇങ്ങനെ കൊറേ പറ്റിച്ചില്ല കല്യാണം കഴിച്ചു തരാന്നുള്ളത്. കല്യാണമൊക്കെ നേരെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പത്തിന് ഓർത്തൊക്കെ പോയി കഴിഞ്ഞ്. അല്ല അന്നിപ്പോ കല്യാണക്കാരൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായി അത് ചോദിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വിഷമിക്കണ വർത്താനൊന്നും പറയല്ലേ. അത് ഉമ്മ മറന്നു കിടക്കുകയാണ്, ഞാനും മറന്നു കിടക്കുന്നു. അല്ല ഇനിയിപ്പോ ഇങ്ങനെ ആയാൽ മതി. ഒരു കല്യാണം കഴിക്കണ്ടേ? നല്ല പണി കിട്ടും എനിക്ക്. അപ്പൊ ഞാൻ വലിയ പണക്കാരനാവും. അപ്പൊ ഞാൻ നല്ല കല്യാണം കഴിക്കും. നല്ല കല്യാണം. അപ്പൊ അതുവരെ ഇനിയിപ്പോ മറന്നു അല്ലേ? അതുവരെ മറക്കുകയാണ് നല്ലത്. ആൾക്കാരെ കൊണ്ട് ഉമ്മ പറഞ്ഞു കുറ്റം കട്ടേനെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കണ്ട. വരെയും പോയി കല്യാണം കല്യാണം പറഞ്ഞിട്ടു. അങ്ങനെ പറഞ്ഞെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടൂല. കിട്ടൂല. അല്ലെങ്കിൽ പറയണ്ടെന്നറിയാം. ഇനിയിപ്പോ ആരും അറിയാൻ ബാക്കിയില്ലല്ലോ അതിന്. ആൾക്കാർ വേണമെങ്കിൽ അറിഞ്ഞോട്ടെ. അല്ല എല്ലാരും അറിഞ്ഞില്ല എന്റെ കല്യാണക്കാരൻ. ഇനിയിപ്പോ ആരും അറിയാൻ ബാക്കിയുള്ളത് ആരുമില്ലല്ലേ? അല്ല ഈ കറുപ്പേട്ടന്റെ സ്ഥിതി എന്താ? കൊറേ കണ്ടിട്ട്. കറുപ്പേട്ടൻ ഞാനിപ്പോ തൊഴിലുറപ്പില്ലാത്ത കാരണം കറുപ്പേട്ടനെ ആരും കാണാനില്ല. എവിടെ പോയാ കറുപ്പേട്ടൻ? ആൾക്കാർക്ക് ഞാൻ എക്സസൈസ് ചെയ്യട്ടെ മുണ്ടായിരുന്ന നടക്കാൻ വേണ്ടി വന്നിക്കാണ്. എല്ലായിടത്തും കുഞ്ഞാപ്പോ കറുപ്പേട്ടനോട് ചോദിച്ചൂടാ പണി ഉണ്ടോന്നുള്ളത്. ഉണ്ടായിരുന്നോ? അതിന് പോയില്ലെങ്കിൽ പണിക്ക് ഓടി വരൂ. എന്ത് പൊട്ടനാണ്. അല്ല ഇപ്പൊ എന്താ തിന്ന? ഇപ്പൊ ചോറ് കഴിച്ചു. ചോറ് വെച്ചാ? ചോറ് വെച്ചിട്ട് മറ്റു പേര് ചാടി കളിക്കണ്. ചോറ് വെച്ചിട്ട് മറ്റു പോരാൻ പാടില്ല. അതന്നെ ഇവിടെ എന്തൊക്കെ വേദന അതൊക്കെ ഉണ്ടാവും ഇങ്ങനൊക്കെ ചാടി കളിച്ച. ചാടി കളിക്കല്ല തൂങ്ങിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല ഇത് വെള്ളം വയറും ഇതൊക്കെ കൂടി കേടരും.
ഇനി പോയി കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യട്ടെ. അല്ല എവിടേക്ക് പോണിഞ്ഞ എന്താ പരിപാടി ഇത് കഴിഞ്ഞിട്ട്? എക്സസൈസ് കഴിഞ്ഞാലേ കാശറ്റം പറയുന്നത് നമുക്ക് വിയർക്കോത്രേ വിസർപ്പ് വരൂലേ? വിസർപ്പ് വന്നിട്ട് കുറച്ചേരം നേരം ഇരിക്കാന്. അപ്പൊ എത്ര മണിക്കൂറായി ചാടിക്കളിക്കൽ തുടങ്ങിയിട്ട്? കുറച്ചേരായിട്ടോളും. ചുരുങ്ങിയത് എന്താ 1 മണിയോ 2 മണിയൊക്കെ ഒന്ന് പറഞ്ഞു ഇങ്ങനെ എക്സസൈസ് ചെയ്യാന്. 1 മണിയോ 2 മണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് വേർത്തിട്ടുണ്ടെങ്കിൽ വിസർപ്പ് വരുമ്പോ എന്നിട്ട് കൊറേ കഴിഞ്ഞ് നമ്മള് കുളിക്കുക. മാത്രമേ പറ്റൂല. കുഞ്ഞാപ്പ ഒരു കാര്യം ചെയ്യും, രാവിലെ നേരത്തെ അടിച്ചിട്ടേ ഒരു 1/2 മണിക്കൂർ എന്നും നടന്നാ മതി. അപ്പൊ എന്റെ വയറും കുറയും, അതിലേക്ക് തീറ്റയും കുറക്കണം കേട്ടോ. അത് മാത്രം പറയണ്ട. രാവിലെ നേരത്തെ എനിക്കൊന്നുമില്ല, ഞാൻ 10 മണിക്ക് എനിക്കും 1 വാങ്ങ നടക്കും. നീ വാങ്ങാൻ പോകുമ്പോ നടക്കും, വരുമ്പോ നടക്കും. അന്നോടെ ഒന്നും പറഞ്ഞിട്ട് എന്നോട് ഒന്നും പറയല്ല. ജിന്റെ തിരിപ്പിക്കാനും എക്സസൈസ് മടക്കാനൊക്കെ വന്നത്. അത് പോയിക്കോ. ആര് പറഞ്ഞു? കന്നെ കണ്ടു ഞാൻ ഇപ്പൊ ഇങ്ങനെ പോവുന്ന അപ്പൊ ചാടി കളിക്കണ വല്ല തൂങ്ങാനുള്ള പരിപാടി വെച്ചിട്ട് നോക്കിയാണ് കുഞ്ഞാപ്പോ. അല്ല ഞാൻ പോട്ടെന്നാ. അല്ല ജില്ലോ പോയിക്കോ. ചക്കന്റെ അമ്മ വരുമ്പോ പോയിക്കോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ.